ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ കേരളത്തിലുള്ള ഇന്ന് എല്ലാ സംരംഭങ്ങളും നേരിടുന്ന ആ ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി സ്കിൽഡ് ആണ്. എന്നാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ടാണ് ഇവർ പലപ്പോഴും മറ്റുള്ള ടൗണുകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്. നമസ്കാരം. മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന് വളർന്നു വന്ന എട്ടെക് സ്റ്റാർട്ടപ്പാണ് ഇൻ്റർവെൽ. അതിൻ്റെ സ്ഥാപകനായ റമീസ് അലിയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. നമസ്കാരം. പഠിച്ചതും വളർന്നതൊക്കെ എവിടെയാണ്? മലപ്പുറത്ത് തന്നെയായിരുന്നോ? അതെ, 10ാം ക്ലാസ് വരെയുള്ള സ്കൂളിംഗ് നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിലുള്ള ആദ്യം സുല്ലം മുസ്ലിം പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ, പിന്നീട് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 ഞാൻ സ്കൂളിങ്ങിന് വേണ്ടി തൃശ്ശൂർ പോയി. ചിറ്റിലപ്പള്ളി IAS പബ്ലിക് സ്കൂളിലായിരുന്നു. ഗ്രാജുവേഷൻ എല്ലാം കോഴിക്കോട് തന്നെയായിരുന്നു. കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലായിരുന്നു പഠിച്ചത്. അവിടെ പഞ്ചവത്സര കോഴ്സായ BBA LLB ആണ് ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ LLB കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു, അതോ അപ്പോൾ തന്നെ ബിസിനസ് തുടങ്ങി? ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 1ാം വർഷം വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ പല ട്യൂഷൻ സെൻറ്ററുകളിലും ഇതുപോലെ സയൻസ് വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു. അപ്പോൾ ഒരു 3rd ഇയർ ഒക്കെ ആയ സമയത്താണ് നമ്മൾ ഇൻ്റർവെൽ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ഇൻ്റർവെൽ എന്ന് പറയുന്ന ഈ സ്റ്റാർട്ടപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ സമയത്ത് ശരിക്കും അപ്പോഴത്തേക്ക് ഇൻ്റർവെൽ കുറച്ചധികം വളർന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ്റർവെൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ടും അവസരമായിട്ടും കോട്ടിട്ടത് ഹൈക്കോർട്ടിൽ വെച്ച് ഗ്രാജുവേഷൻ്റെ അന്ന് മാത്രമാണ്. പിന്നീട് കോട്ട് ഇടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. തുടങ്ങിയത് ശരിക്കും റമീസ് ഒറ്റയ്ക്കായിരുന്നു, അത് കോഫൗണ്ടേഴ്സ്? അല്ല, ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ് തുടങ്ങിയത്. എൻ്റെ കോഫൗണ്ടേഴ്സ് ഒന്ന് OK സനാഫർ, മറ്റൊരാൾ നാജിം ഇല്യാസ്, പിന്നെ അസ്ലഹ് തടത്തിൽ, പിന്നെ ഷിബിലി അമീൻ. അങ്ങനെ 4 പേര് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും LLB? അല്ലല്ല, ഇതിൽ ഞാൻ മാത്രമാണ് LLB ഉള്ളത്. ഇതിൽ 2 പേര് അസ്ലഹ് തടത്തിലും OK സനാഫറും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഒരാൾ ഷിബിലി അമീൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. മറ്റൊരാൾ നാജിം ഇല്യാസ് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ആൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നിങ്ങൾ എന്ത് സ്കൂൾ മേറ്റ്സ് ആയിരുന്നു? അല്ല, അതും ശരിക്കും ഞങ്ങൾ 5 പേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇതിൽ ഷിബിലിയും നാജിമും സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത് 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് ഷിബിലിയുടെ സീനിയർ ആയിരുന്നു OK സനാഫർ കോളേജിൽ. OK സനാഫറും അസ്ലവും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. എൻ്റെ ബ്രദറും ഷിബിലിയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്ക് ചൈൽഡ്ഹുഡിൽ ഒരുമിച്ച് അല്ലായിരുന്നു, ഒരുമിച്ച് പങ്കിട്ടിട്ടൊന്നുമില്ല, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഒന്നും അല്ല. ബട്ട് നമ്മൾ ഈ ഒരു സമയം എത്തിയപ്പോൾ ഓരോരുത്തരുടെ ടാലൻറ്റ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്കിൽഡ് ആയിട്ടുള്ള ഏരിയ മനസ്സിലാക്കി അവർ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ശരിക്കും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻ്റർവെൽ എന്നുള്ള ഒരു റീസൺ കൊണ്ട് ഒരു ഫ്രണ്ട് സർക്കിളിൽ ആയവരാണ്. ഏത് വർഷമാണ് ശരിക്കും ഇൻ്റർവെൽ ഒരു ഇതായിട്ട് തുടങ്ങുന്നത്? ഏത് വർഷം? നമ്മൾ 2018 OK സനാഫറും അസ്ലഹ് തടത്തിലും കൂടിയിട്ടാണ് ശരിക്ക് പഠനത്തിൽ എന്ന് പറയുമ്പോൾ എഴുത്തിലും വായനയിലും പിന്നോട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുട്ടികൾക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് പേഴ്സണൽ കെയർ കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തത് 2018 അതിൽ 2021 നമ്മളൊരു എട്ടെക് പ്ലാറ്റ്ഫോമായിട്ട് അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് 1-on-1 ട്യൂഷൻ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇൻ്റർവെല്ലിനെ ഡെവലപ്പ് ചെയ്യുന്നതും ഒരു സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 2018 ശരിക്കും തുടങ്ങി അല്ലേ? 2018 നമ്മൾ പേഴ്സണൽ കെയർ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അന്നത് ഫിസിക്കൽ സെൻറ്റർ ആയിരുന്നു. 2021 നമ്മളൊരു എട്ടെക് പ്ലാറ്റ്ഫോമായിട്ട് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ മാറ്റുന്നത്. ഒരുപാട് എട്ടെക് കമ്പനികളുണ്ട് അല്ലേ? നമ്മുടെ മലയാളികളുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് എട്ടെക് കമ്പനികളുണ്ട്. എന്താണ് ശരിക്കും ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത? എന്താണ്? നമ്മളുടെ എല്ലാ സർവീസുകളും പേഴ്സണലൈസ്ഡ് ആണ് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു USP ആയിട്ട് നമ്മൾ പറയാറുള്ളത്. നമ്മളുടെ എല്ലാ ക്ലാസ്സുകളും 1-on-1 ആണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. നമ്മളുടെ ടെസ്റ്റുകളായി കഴിഞ്ഞാലും അസസ്മെൻറ്റ്സ് ആയി കഴിഞ്ഞാലും ഈവൻ നമ്മളുടെ എല്ലാ കോഴ്സിലുള്ള ഓരോ ടച്ച് പോയിൻറ്റ്സും നമ്മൾ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ അടുത്തൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്ന അക്കാഡമിക് കാലണ്ടർ പോലും ആ കുട്ടിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച് തന്നെയാണ് നമ്മളുടെ ഒരു നമ്മളെ ബാക്കിയുള്ള എട്ടെക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അതായത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ട്യൂഷൻ, 1-on-1 പ്രൈവറ്റ് ട്യൂഷൻ ആണ് ത്രൂ ഓൺലൈൻ. അതെ. അപ്പോൾ നമ്മൾ അക്കാഡമിക്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അക്കാഡമിക്സ് മാത്രമല്ല, ഒരുപാട് നോൺ അക്കാഡമിക് കോഴ്സുകളുണ്ട്. നമ്മൾ ആർട്സ് കോഴ്സുകളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബേബി ഷെഫ് എന്ന് പറഞ്ഞിട്ട് 2.5 വയസ്സ് മുതൽ 6.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നോൺ ഫ്ലെയിമിംഗ് കുക്കിംഗ് ക്ലാസ്സസ്, അങ്ങനെ പല രീതിയിലുള്ള കോഴ്സസ്, അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് കോഴ്സസ് ഇന്ന് നമ്മുടെ
പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. ഓരോ കുട്ടിയുടെയും ആവശ്യം മനസ്സിലാക്കി ഓരോ കുട്ടിയുടെയും ഡ്രീംസ് ആൻഡ് നീഡ്സിനെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ ക്ലാസ്സുകളിലേക്കും അല്ലേ, അതോ അതിന് പുറത്തേക്കുള്ള? ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമാണ് സർവീസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കേരളൈറ്റ്സ് ഉള്ള അല്ലെങ്കിൽ മലയാളികളുള്ള മറ്റ് രാജ്യങ്ങളിലും നമ്മളുടെ പ്രസൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം 30ഓളം കൺട്രികളിൽ ഇപ്പോൾ സ്റ്റുഡൻസ് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കേരളം കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ശതമാനം കുട്ടികളും വരുന്നത് GCC കൺട്രീസിൽ നിന്ന്. അതായത് മലയാളി സ്റ്റുഡൻസ് തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കേരള സിലബസും CBSE ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, IGCSE ഉണ്ട്, പിന്നെ കുറച്ച് ഫോറിൻ കരിക്കുലംസും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയ ഒരു സംരംഭമാണ്. അതെ. അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ ശരിക്കും എങ്ങനെയായിരുന്നു നിങ്ങൾ മൊബിലൈസ് ചെയ്തത്? നമ്മൾ ശരിക്ക് ഒരു 30,000 രൂപ വെച്ചിട്ടാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വെഞ്ചർ ഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് അല്ല. നമ്മൾ കംപ്ലീറ്റ്ലി ബൂട്ട് സ്റ്റാപ്ഡ് ആയിരുന്നു. ഒരു 6 മാസം മുന്നേ വരെ അങ്ങനെ തന്നെ ആയിരുന്നു, കംപ്ലീറ്റ്ലി ബൂട്ട് സ്റ്റാപ്ഡ് ആയിരുന്നു. ഈ അടുത്താണ് നമ്മൾ ആദ്യമായിട്ടൊരു ഏഞ്ചൽ റൗണ്ട് റേസ് ചെയ്തിട്ടുള്ളത്. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ളതായിരിക്കും എല്ലാ പാരൻസിൻ്റെയും ആഗ്രഹം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോയിട്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളെ പഠിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാരുടെ പ്രതികരണം സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞിട്ട്, ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ജോബ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കോട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള ഒരു ഡ്രീം പാരൻസിന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ലൈക്ക് അവർ കമ്പൽ ചെയ്തിട്ടില്ല, ബട്ട് എപ്പോഴും അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മളൊരിക്കൽ സക്സസ് ആവും അല്ലെങ്കിൽ നമ്മളുടെ ജേണി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് അവർക്ക് ആ ഒരു ധൈര്യം കിട്ടിയിട്ടുള്ളെങ്കിൽ കൂടെ ഇന്ന് നമ്മൾ അന്ന് എടുത്തിട്ടുള്ള തീരുമാനത്തിൽ വളരെ ഹാപ്പിയാണ്, വളരെ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ വളരെ സപ്പോർട്ടീവാണ്. മുന്നേയും സപ്പോർട്ടീവ് ആയിരുന്നു. അന്ന് ചെറിയൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ഇന്ന് അവർ 100% കോൺഫിഡൻ്റ് ആയിട്ട് ഈ ജോബ് വേണ്ട, നിനക്ക് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്, നിൻ്റെ കഴിവുള്ള ഏരിയ ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇവിടെ ഫുൾ സപ്പോർട്ടിങ് ആണ് ഈ ഒരു ഏരിയയിൽ. വെറും 30,000 രൂപയ്ക്ക് 30,000 രൂപയുടെ ക്യാപിറ്റലായിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയൊരു ടൗണിൽ നിന്ന് തുടങ്ങിയ സംരംഭമാണ്. ഇപ്പോൾ ഇന്ന് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു? ഇന്നും മലപ്പുറത്തെ അരീക്കോട് തന്നെയാണോ കമ്പനിയുടെ ആസ്ഥാനം, അതോ വേറെ എങ്ങോട്ടേക്കെങ്കിലും മാറിയിട്ടുണ്ട്? കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പല കമ്പനികളും വളരുന്നതിനനുസരിച്ച് ബാംഗ്ലൂരിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കോ പോലും അവരുടെ ആസ്ഥാനം മാറ്റാറുണ്ട്. അപ്പോൾ ഇന്നും നിങ്ങളുടെ ആസ്ഥാനം അരീക്കോട് തന്നെയാണോ? അതെ, നമ്മുടെ ആസ്ഥാനം ആസ് ഓഫ് നൗ അരീക്കോട് തന്നെയാണ്. നമ്മൾ ഇതുവരെ മാറ്റുകയോ അല്ലെങ്കിൽ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. നമുക്ക് ദുബായിൽ ഓപ്പറേഷൻസ് ഉണ്ട്, ബട്ട് നമ്മളുടെ ലൈക്ക് ഒരു ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ആസ്ഥാനമായിട്ട് നമ്മളിപ്പോഴും കൺസിഡർ ചെയ്യുന്ന അരീക്കോട്ടുള്ള നമ്മുടെ ഓഫീസ് തന്നെയാണ്. അല്ല, അപ്പോൾ എന്താണ് അവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമുക്ക് അരീക്കോടുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മൾ അരീക്കോട് തുടങ്ങാനും അല്ലെങ്കിൽ അരീക്കോട് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ള റീസൺ അരീക്കോടിൻ്റെ പൊട്ടൻഷ്യൽ തന്നെയാണ്. അത് അരീക്കോടിൻ്റെ പൊട്ടൻഷ്യൽ എന്നല്ല, കേരളത്തിലുള്ള പല ഗ്രാമങ്ങൾക്കും ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് റീസൺ. അപ്പം നമ്മളുടെ ആദ്യത്തെ ഒരു 100 കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു 20 എംപ്ലോയീസ് ആയി കഴിഞ്ഞാലും നമ്മുടെ ടീം മെമ്പേഴ്സ് ഇപ്പോഴും നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ നല്ലൊരു ശതമാനം അരീക്കോടിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരാണ്. ഇവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി സ്കിൽഡ് ആണ്. എന്നാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ടാണ് ഇവർ പലപ്പോഴും മറ്റുള്ള ടൗണുകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കറക്റ്റായിട്ടുള്ള ഒരു കൾച്ചറും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളിലുമുള്ള ആ പൊട്ടൻഷ്യൽ അരീക്കോടും ഉണ്ട്. ആ പൊട്ടൻഷ്യൽ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മനസ്സിലാക്കി അതിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും 6ാമത്തെ വർഷത്തിലേക്ക് എത്തി. ഇപ്പോൾ എത്ര എംപ്ലോയീസും അതിനകത്ത് എത്ര ടീച്ചേഴ്സും ഉള്ളത്? നമുക്കിപ്പം 5000-ഓളം ടീച്ചേഴ്സിനെ നമ്മൾ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞു. മീൻസ് ലൈവായിട്ട് ഇപ്പോൾ 5000-ഓളം ടീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് 60,000 അപ്ലിക്കൻസ് പെൻഡിങ് ഉണ്ട്, നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ടീം മെമ്പേഴ്സ് നമുക്കിപ്പോൾ ഒരു 260-ഓളം ടീം മെമ്പേഴ്സ് നമ്മളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അരീക്കോടുള്ള ഓഫീസിൽ. അതിൽ ഓൾമോസ്റ്റ് ഒരു 50% നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ളവരാണ്. ബാക്കിയുള്ളവരെ നമ്മൾ ബാക്കിയുള്ള സിറ്റീസിൽ നിന്ന്, ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ളവരുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്നുള്ളവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുള്ളവരുണ്ട്. ഇവരെല്ലാവരും നമ്മൾ അരീക്കോട് എത്തിച്ചിട്ട് അവിടെ താമസിച്ച് അവിടെ വർക്ക് ചെയ്യുന്നവരാണ്. എത്ര ഇപ്പോൾ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5.5 വർഷം കൊണ്ട് നിങ്ങൾ എത്ര സ്റ്റുഡൻസിന് നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? നമ്മൾ 25,000-ൽ പരം കുട്ടികൾക്ക് നമ്മളുടെ പല കോഴ്സുകളിലായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്.
ശരിക്കും ഓരോ വർഷം കഴിഞ്ഞിട്ട് അവർ പോവുകയാണോ അതോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ കൂടെ തന്നെ നിൽക്കുകയാണോ? നമ്മളിപ്പം 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും 2018 മുതൽ 2021 വരെ നമ്മൾ ഫിസിക്കൽ സെൻറ്റേഴ്സ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ വളരെ ചെറിയ ഒരു 1000-ൽ താഴെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 800-ൽ താഴെ കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ സർവീസ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. 2021 നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് മുതലാണ് നമ്മൾക്ക് നമ്മളെ ബിസിനസ് സ്കെയിൽ ചെയ്യാനും അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് നമ്മളുടെ സ്റ്റാർട്ടപ്പിനെ എത്തിക്കാനും സാധിച്ചിട്ടുള്ളത്. ശരിക്കും സ്കെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾ പറഞ്ഞ ബൂട്ട്സ്ട്രാപ്പ് 30,000 രൂപയുടെ ക്യാപിറ്റലായിട്ടാണ് തുടങ്ങിയത്. സ്കെയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കാശിൻ്റെ ആവശ്യം ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ആ ആവശ്യം എങ്ങനെയാണ് നിറവേറ്റിയത്? നിങ്ങൾ ഫണ്ട് റേസ് ചെയ്തോ, ലോൺ എടുത്തോ, അതോ എങ്ങനെയായിരുന്നു അത്? വീണ്ടും അത് നമ്മളുടെ ഒരു ഗ്രാമത്തിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അരീക്കോടിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയാം. നമുക്ക് ലോണായിട്ട് ആൾക്കാർ പ്രൊവൈഡ് ചെയ്തതും നമ്മളുടെ ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സിനും ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ 2021 ജനുവരിയിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, എല്ലായിടത്തേക്കും നമ്മളുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എത്തിക്കണം. അങ്ങനെ ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്ക് ശരിക്കും ഞങ്ങളൊരു ബ്രോക്കൺ ആയിരുന്നു. ഞങ്ങൾക്കൊരു 20 എംപ്ലോയീസ് 25 എംപ്ലോയീസ് ഉണ്ട്. ഇവർക്ക് സാലറി കൊടുക്കാനും ട്യൂട്ടേഴ്സിന് സാലറി കൊടുക്കാനും ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഏകദേശം ഒരു 1 ലാഖിൻ്റെ താഴെ മാത്രമേ റവന്യൂ ഉള്ളൂ. പക്ഷെ ഒരു 5 ലാഖിൻ്റെ അടുത്ത് നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് ശരിക്കും എന്ത് ചെയ്യണം എന്നറിയാതെ കേരളത്തിലുള്ള ഇന്ന് എല്ലാ സംരംഭങ്ങളും നേരിടുന്ന ആ ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ സമയത്ത് ഞങ്ങൾക്ക് ഫോറിൻ നിന്ന് കുറച്ച് എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ അവരുടെ ഒരു കോമൺ നീഡ് മനസ്സിലാക്കിയിട്ട് അവർക്കും വേണ്ടിയിട്ട് നമ്മൾ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്തു. അതായത് 2.5 വയസ്സ് മുതൽ 6.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മോണ്ടിസോറി പ്രോഗ്രാം ഓൺലൈനിൽ കൊടുക്കുന്നൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്തു. ഈ കോഴ്സ് ശരിക്ക് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 3-4 ഡേയ്സിനെ കൊണ്ടാണ്. കാരണം നമ്മൾ സാലറി കൊടുക്കാനുള്ള ദിവസം ഇങ്ങനെ ഒരു മാസം ഓൾറെഡി പെൻഡിങ് ആയി. 2ാമത്തെ മാസം സാലറി കൊടുക്കാനുള്ള ആ ഒരു ഡേറ്റ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫൗണ്ടേഴ്സ് അതേസമയം ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് ലെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വേറെ എവിടുന്നെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് റേസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലൊരു കോഴ്സ് ഇറക്കിയിട്ട് ഈ കോഴ്സ് നമ്മൾ പെട്ടെന്ന് GCCയിൽ പിച്ച് ചെയ്യുകയും ചെറിയ നമ്മളുടെ റഫറൽ മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളുടെ പരിചയക്കാർ വഴി സ്പ്രെഡ് ചെയ്തിട്ടൊക്കെയാണ്, വാട്സപ്പ് വഴി സ്പ്രെഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ആ ഒരു 2 മാസം കൊണ്ട് ഏകദേശം 25 ലക്ഷം രൂപ ഈ കോഴ്സിലേക്ക് ഫീസായിട്ട് നമുക്ക് അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് തന്നെ പാരൻസ് പേ ചെയ്യുന്ന രീതിയിലേക്ക് ഏകദേശം 25 ലക്ഷം രൂപയോളം നമുക്ക് ആ 2 മാസം കൊണ്ട് റേസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ശരിക്കും ആ ഒരു സമയം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും എഡ്ടെക് മേഖലയിൽ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അല്ലേ? ഒരുപാട് വലിയ കമ്പനികൾ പോലും അവരുടെ വാല്യൂഷനൊക്കെ ഭയങ്കരമായിട്ട് കുറയുകയൊക്കെ ചെയ്തു. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇത് നമ്മളുടെ പണിയല്ല, ഇത് നിർത്തിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അതായത് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് പോയാൽ മതിയെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള തോന്നലിനെ എങ്ങനെയാണ് നിങ്ങൾ? അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതിനൊരു റീസണും കൂടെ ഉണ്ട്. അതായത് ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പം ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമാണ്, ഇത്തരത്തിലുള്ള വേർഡ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിനെ കുറിച്ചോ ഒരു നോളജ് ഉണ്ടായിട്ട് നമുക്ക് കുറേ വാല്യുവേഷൻ കുറേ മണി റേസ് ചെയ്യണം അല്ലെങ്കിൽ കുറേ വാല്യുവേഷൻ ഗെയിം കളിക്കണം, ഇത്തരത്തിലുള്ള ഒരു നോളജും ഇല്ലാതെ, കാരണം ഞങ്ങൾ ആരും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല. അപ്പോൾ അങ്ങനെ ഒരു നോളജ് ഇല്ലാതെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങി കുറച്ച് കാലം റൺ ചെയ്തതിന് ശേഷമാണ് ഓക്കെ ഞങ്ങൾ കമ്പനി ഒരു എഡ്ടെക് കമ്പനിയാണ് എന്നുള്ളതും ഇവിടെ ഒരുപാട് മറ്റ് എഡ്ടെക് കമ്പനികൾ ഉണ്ട് എന്നുള്ളതും ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കുട്ടികൾക്ക് 1-on-1 പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് അവരിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാരൻസിലും അവരിൽ ഉണ്ടായിട്ടുള്ള ഹാപ്പിനെസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു സംരംഭം തുടങ്ങണം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള എഡ്ടെക് എക്കോസിസ്റ്റത്തിനെയും അല്ലെങ്കിൽ മറ്റ് കമ്പനികളെയും കുറിച്ച് അറിഞ്ഞു വന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇവരെല്ലാവരും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളത് ഒരു കോമൺ പ്രോബ്ലത്തിൽ നിന്നാണ്. ഇവരാരും സ്റ്റേക്ക് ഹോൾഡർ സെൻട്രിക് അല്ല. കാരണം ഇവർ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇവർ കസ്റ്റമർ സെൻട്രിക് അല്ല. ഇവർക്ക് എംപ്ലോയീസ് ഉണ്ട്, ഇവർ എംപ്ലോയി സെൻട്രിക് അല്ല. നമ്മൾ ആദ്യ കാലത്തൊക്കെ നമ്മൾ സെയിൽസിലേക്കൊക്കെ ആളെ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പ്രോബ്ലം അതാണ്. കാരണം ബൈജൂസിൽ നിന്ന് നമ്മൾ ഇതുപോലെ 1-2 പേരെ ഹയർ ചെയ്ത സമയത്തും അവർ കമ്പനിയിൽ വന്നിട്ട് അവരൊരിക്കലും ഞങ്ങളുടെ കൾച്ചറിന് ഫിറ്റ് ആയിരുന്നില്ല.
അപ്പം അതുപോലെ എംപ്ലോയി സെൻട്രിക് അല്ലാതെയും കസ്റ്റമർ സെൻട്രിക് അല്ലാതെയും, അല്ലെങ്കിൽ പക്ഷേ ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ സെൻട്രിക് അല്ലാതെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലാണ്ട് ഒരു പോളിസി ബിൽഡ് ചെയ്യുകയും അതുപോലെ ഒരു കൾച്ചറിൽ നിൽക്കുമ്പോഴാണ് ഇവർക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ തുടക്കം മുതലേ കസ്റ്റമർ സെൻട്രിക് ആയിട്ടും തുടക്കം മുതലേ എംപ്ലോയി സെൻട്രിക് ആയിട്ടുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം വേറൊരു യൂസർ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് ഈ എഡ്ടെക് ഒരു 2021 ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂൾ റീ ഓപ്പണിംഗ് സിനറിയിൽ ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്നു. പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ഈ എഡ്ടെക് എന്നുള്ള വേർഡ് ഒരു പോസിറ്റീവ് ക്യാരക്ടറിൽ നിന്നും നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോയത് വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ നമുക്ക് ശരിക്കും സ്കൂൾ റീ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ മന്ത്ലി റവന്യൂവിൽ വളരെ വലിയൊരു ഹൈക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ലോസ് ലേണിംഗ് ആയിരുന്നു അന്ന്. അതായത് ഒരു കുട്ടികൾ 2 വർഷത്തിന് ശേഷം സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള പല സ്കില്ലുകളും 2 വർഷം മുന്നേ ഉണ്ടായിരുന്ന പല സ്കില്ലുകൾക്കും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ നഷ്ടപ്പെട്ട സ്കില്ലുകൾ തിരിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പാരൻസ് റിയലൈസ് ചെയ്തപ്പം ശരിക്കും പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ്റെയും ഞങ്ങളുടെ സർവീസിൻ്റെയും ആവശ്യകത കൂടുകയും ഞങ്ങളുടെ റവന്യൂ കൂടുകയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം സാധാരണ എഡ്ടെക്കുകൾ ഫേസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു സംരംഭം എന്തെങ്കിലും അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം.